ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹമായ വിശുദ്ധ ബലിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് തിരുസഭയുടെ കാവൽക്കാരനും നസ്രത്തിലെ തിരുകുടുംബത്തിൻ്റെ നാഥനുമായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുവാനാണ്. അധ്വാനിക്കുന്നവരുടെ മധ്യസ്ഥനും കുടുംബങ്ങളുടെ സംരക്ഷണനുമായ ആ പുണ്യപിതാവ് കാണിച്ചു തന്ന വിനയത്തിൻ്റെയും ദൈവഹിതത്തിന് കീഴടങ്ങുന്നതിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിലും പകർത്താൻ ഈ കുർബാന നമുക്ക് പ്രയോജനമാകട്ടെ. വക്കീഗൺ സെൻറ്റ് ഡിസ്മാസ്റ്റർ ചർച്ചിൽ വെച്ച് നടക്കുന്ന ഇന്നത്തെ ഈ തിരുനാൾ ബലിക്ക് നേതൃത്വം നൽകുന്നത് കൊച്ചുവേളി തിരുവനന്തപുരം കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളാണ്. പ്രവാസ ജീവിതത്തിൻ്റെ തിരകൾക്കിടയിലും നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വലിയ കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയ ഈ അവസരത്തിന് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലും പ്രവർത്തന മേഖലകളിലും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കട്ടെ. ഏവർക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ഭക്തിപൂർവ്വം നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. നിമിഷം മനമുയർത്താം, അൾത്താരവേദിയിലണയാം, ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. ഒരു നിമിഷം മനമുയർത്താം, അൾത്താരവേദിയിലണയാം, ഹൃദയങ്ങൾ പാവനമാക്കാം, സ്നേഹപൂജ തുടങ്ങാം. തിരിതെളിയും പുകമണി മുഴങ്ങി കാൽവരിയാകത്തിൽ വിളി തുറന്നു, സ്വർഗീയ വൃന്ദം നിറഞ്ഞു. തിരിതെളിയും പുകമണി മുഴങ്ങി കാൽവരിയാകത്തിൽ വിളി തുറന്നു, സ്വർഗീയ വൃന്ദം നിറഞ്ഞു. ീർത്തനമായി ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി, ശാരോനിലെ പനിനീർത്തനമായി ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി, പവനനിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം. പവനനിലൊഴുകും പൂമണമായി ആരിന്റെ നാഥനെ എതിരേൽക്കാൻ. തിരിതെളിഞ്ഞു പുകമണി മുഴങ്ങി കാൽവരിയാകത്തിൽ വിളി തുറന്നു, സ്വർഗീയ വൃന്ദം നിറഞ്ഞു. തിരിതെളിഞ്ഞു പുകമണി മുഴങ്ങി കാൽവരിയാകത്തിൽ വിളി തുറന്നു, സ്വർഗീയ വൃന്ദം നിറഞ്ഞു.
മധുകണമായി പുലരിയിലുതിരും ഹിമകണമായി പൂവിന്റെ ഉള്ളിൽ മധുകണമായി കതിരവനേക്കാൾ പ്രഭ തൂകിടും രാജാധിരാജനിൻ ആത്മബലി കതിരവനേക്കാൾ പ്രഭ തൂകിടും രാജാധിരാജനിൻ ആത്മബലി ഒരു നിമിഷം മലമുയർത്താം ഉൾക്കാരവേദിയിലണയാം ഹൃദയങ്ങൾ പാവനമാക്കാം സ്നേഹപൂജ തുടങ്ങാം തിരിതെളിഞ്ഞു പുകമണി മുഴങ്ങി കാൽവരിയാകത്തിൻ വിളി തുറന്നു സ്വർഗീയ ബന്ധം തിരന്നു തിരിതെളിഞ്ഞു പുകമണി മുഴങ്ങി കാൽവരിയാകത്തിൻ വിളി തുറന്നു സ്വർഗീയ ബന്ധം തിരന്നു. ഇതാ കർത്താവ് തൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഭരമേൽപ്പിച്ച വിശ്വസ്തനും വിവേകിയുമായ ദാസൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭർത്താവും തിരുസഭയുടെ കാവൽക്കാരനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സാർവത്രിക സഭയിൽ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് മാർച്ച് 19-നാണ്. ചില അസൗകര്യങ്ങളുള്ളതിനാൽ തൊട്ടടുത്ത് വരുന്ന ഞായറാഴ്ചയായ ഇന്നേ ദിവസം വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് ഈ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി മനോഹരമായ ഈ തിരുനാളാഘോഷത്തിന് എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒന്നാണ്. യൗസേപ്പ് പിതാവിനുള്ള ഭക്തി നമ്മൾ തിരുസഭാ ചരിത്രത്തിലൂടെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ വിസ്മരിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് എന്ന് നമുക്ക് പറയാം. പരിശുദ്ധ കന്യകാമറിയത്തോട് എന്ന പോലെ ആദിമസഭയിലും തുടർന്ന് മുന്നോട്ട് വന്ന കാലഘട്ടങ്ങളിലും യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി സ്പഷ്ടമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടോടുകൂടി യൗസേപ്പ് പിതാവ് പിന്നിൽ നിന്നും മുന്നോട്ട് വന്നുകൊണ്ട് സഭയിൽ മുഖ്യധാരയിൽ പരിശുദ്ധ കന്യാമറിയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധനായിട്ട് മാറി. പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്തും അതുപോലെ പോപ്പ് ഫ്രാൻസിസിൻ്റെ കാലത്തുമാണ് ഏറ്റവും കൂടുതൽ യൗസേപ്പ് പിതാവ് തിരുസഭയുടെ ആരാധനാക്രമത്തിൽ ഇടം പിടിക്കുകയും കൂടുതൽ സ്പഷ്ടമായ രീതിയിൽ സഭയിൽ വിശുദ്ധനോടുള്ള വണക്കം ആരംഭിക്കുകയും ചെയ്തത്. പരിശുദ്ധ കന്യകാമറിയത്തെ സംരക്ഷിക്കുക മാത്രമല്ല, ഈശോയെ വളർത്തിക്കൊണ്ട് ഒരു പിതാവെന്ന നിലയിൽ, അപ്പനെന്ന നിലയിൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് യേശുവിൻ്റെ യൗവനത്തിൽ തന്നെ, യേശു പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പേ യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണം അനുഭവിച്ചുകൊണ്ട്
പരിചരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിശബ്ദനായ വിശുദ്ധനാണ്. കുറച്ച് വാക്കുകൾ, ഒത്തിരി മൗനം, വാചാലത എന്ന് പറയുന്നത് യോസേപ്പ് പിതാവിൽ പ്രകടമാണ്. ഈ വിശുദ്ധനെ ഈ തിരുനാളിൽ ഇന്ന് നമ്മൾ വണങ്ങുമ്പോൾ, ഈ അൾത്താരികൾ വണങ്ങുമ്പോൾ നമ്മുടെ വാക്കുകൾ നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ വാക്കുകൾ യഥാസമയം ഉപയോഗിക്കുന്നതിനും വാക്കുകൾ വളർച്ചയ്ക്കായിട്ട് ഉപകരിക്കുന്നതിനുമൊക്കെയുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിയന്ത്രണം വിട്ടുള്ള അല്ലെങ്കിൽ ആത്മവിക്ഷോഭങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടുള്ള വികാരപ്രകടനങ്ങൾ അല്ല നമ്മളെ വളർത്തുന്നത്, മറിച്ച് വിവേകത്തോടു കൂടിയുള്ള സംഭാഷണങ്ങളും ചില അവസരത്തിൽ നിശബ്ദതയുമൊക്കെയാണ് എന്ന് ഈ വിശുദ്ധ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് അനുകരിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുകയും അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് കൊച്ചുവേളി ഇടവക ജനങ്ങളാണ്. അവരുടെ ഈ വിശുദ്ധനോടുള്ള ഈ തിരുനാൾ അവർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, ആവശ്യങ്ങൾ, ആകുലതകൾ, ആശങ്കകളെല്ലാം അവർ ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ കൊച്ചുവേളി ഇടവകാംഗങ്ങൾക്ക് വേണ്ടി ഈ ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത് ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തിൻ്റെ നിയോഗം സഫലീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ദിവ്യബലിയിലെ മറ്റ് നിയോഗങ്ങളാണ് പരേതരായ റവറൻ ഫാദർ ജോയ് മുസോളനി, ജോസഫ് ഫെർണാണ്ടസ്, മറിയം ഫെർണാണ്ടസ്, പാപ്പച്ചൻ, തങ്കം ജോസഫ്, ഉർസ്ലി ജോസഫ്, വിക്ടോറിയ പോൾ, അനീറ്റ ആൻ്റണി. ഇവരുടെ പരേതരായ ഈ സഹോദരങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്നും ഈ ദിവ്യബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാവങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുണ്ടേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമായ
മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വിക ശക്തനാം ദൈവമേ പാദനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. പാദനം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ കാരുണ്യം തൂകണി ഞങ്ങളെ. ലോകത്തിൻ പാപനികന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നീർവലഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളെ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേ. അങ്ങു മാത്രം പരിപാവനം അങ്ങു ദൈവനം നാഥനം. മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ യൗസേപ്പിന്റെ വിശ്വസ്ത സംരക്ഷണത്തിന് അങ്ങ് ഭരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്താൽ അവയുടെ നിർവഹണം അങ്ങേ സഭ നിരന്തരം കാത്തുപാലിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടും കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്. അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവ് കാരുണ്യവാനാണ്.
അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായ രക്ഷ നൽകുന്നു. കർത്താവെ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തിയോടെ നിലനിൽക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണെന്ന് അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവൻ്റെ അകൃത്യത്തിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാനാണ് ഉദ്ധാനം ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്ത മഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ലാസർ എന്ന ഒരുവൻ രോഗബാധിതനായി. അവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തയുടെയും ഗ്രാമമായ ബഥാനിയായിൽ നിന്നുള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. ഇവരുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത്. കർത്താവെ, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുവാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിനുമുള്ളതാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു.
എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചെലവഴിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ടും വീണ്ടും അങ്ങോട്ട് പോവുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറല്ലേ? പകൽ നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. ഇവ പറഞ്ഞ ശേഷം അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സൗഖ്യം പ്രാപിക്കും. യേശു അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറൂസലേമിനടുത്ത് ഏകദേശം 15 സ്താദിയോൻ അപ്പുറമായിരുന്നു. അനേകം യഹൂദർ മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത അവനോട് പറഞ്ഞു, അന്തിമ നാളിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് ഉത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യമായി മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവോത്തരനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൾ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച്, ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു. ഇത് കേട്ടയുടനെ തന്നെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു. മർത്ത കണ്ടുമുട്ടിയ സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു. മറിയം തിടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു. അവൾ ശവകുടീരത്തിങ്കൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. മറിയം യേശു നിന്നിരുന്ന അടുത്തു വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുറുപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു, അവനെ നിങ്ങൾ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവെ, വന്ന് കാണുക. യേശു കണ്ണീർ പൊഴിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്ധൻ്റെ കണ്ണ് തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ല് വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങെന്നെ ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങെന്നെ എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം കച്ച കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചവ കണ്ട് അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒച്ചയൊന്നുമില്ല. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന പുണ്യദിനമാണ്. നമ്മൾ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഒന്ന് ചേർന്ന് ആഘോഷിക്കുകയാണ്. വളരെ സന്തോഷമാണ്. നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്ന് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈശോ നമ്മോടൊപ്പമുണ്ട്. നമ്മളിന്ന് യഥാർത്ഥത്തിൽ തിരുസഭ തപസ് കാലത്തിൻ്റെ 5ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വായന കേട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വളരെ ദീർഘമുള്ളൊരു വായനയാണ് നമ്മൾ ശ്രമിച്ചത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ലാസറിനെ കുറിച്ചാണ്. ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ദൈവം എന്നെ സഹായിക്കുന്നു എന്നാണ്. ദൈവം നമ്മെ സഹായിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും ദൈവം നിരന്തരം സഹായിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മെ സഹായിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. കാരണം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും എന്നും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അവിടുത്തെ സ്നേഹം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവം നമ്മളെപ്പോഴും സഹായിക്കുന്നുണ്ട്. പല രീതിയിലാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കുന്നില്ല എന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയിലൂടെ, മാർ യോസേപ്പ് പിതാവിലൂടെ, വിശുദ്ധരിലൂടെ, നമ്മളുടെ തന്നെ വൈദികരിലൂടെ, നമ്മുടെ സഹോദരങ്ങളിലൂടെ, കുടുംബങ്ങളിലൂടെ, പല വിധത്തിലുള്ള പ്രാർത്ഥനകളിലൂടെ, ത്യാഗങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ ദൈവം നിരന്തരം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സഹായത്തെ ഓർത്ത് നമ്മൾ ഹൃദയം തുറന്ന് നന്ദി പറയണം പ്രിയ സഹോദരങ്ങളെ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ദൈവത്തോടായിരിക്കുകയും ഹൃദയം തുറന്ന് നമ്മൾ നന്ദി പറയണം. ഈശോയിലൂടെയാണ് ഏറ്റവും കൂടുതൽ സഹായം ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നത്. ഈശോയെ ലോകത്തിൽ അയച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി ബലിയായി തീർന്ന ഈശോയെ നമ്മൾ കൺമുമ്പിൽ കാണണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുന്നത്, ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഈശോയിൽ തന്നെയാണ്. ആ ഈശോയുടെ പിതാവായ യോസേപ്പ് പിതാവിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിലൊത്തിരി സന്തോഷമുണ്ട്. യോസേപ്പ് പിതാവിന് നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു. നമുക്കറിയാം, നമുക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് പിതാവിൽ നിന്ന്. പക്ഷേ യോസേപ്പ് പിതാവിനും കുറേ അധികം അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു. യോസേപ്പ് പിതാവിന് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്കൊന്ന് ഒരു നിമിഷം വിചിന്തനം ചെയ്യാം. യോസേപ്പ് പിതാവിന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണുന്നത് രക്ഷകൻ്റെ പിതാവ് ഈ ലോകത്തിൽ ആയിരിക്കുവാൻ തന്നെയായിരുന്നു. രക്ഷകൻ്റെ പിതാവായിട്ടാണ് ഈ ലോകത്തിൽ യോസേപ്പ് പിതാവ് ആയിരുന്നത്. രക്ഷകന്റെ പിതാവ് എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3:16 കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയക്കത്ത വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോയെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മളെ ഓരോ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ രക്ഷകന്റെ പിതാവായി ജീവിക്കുവാനായിട്ട് സാധിച്ച പുണ്യചരിതനാണ് യോസേപ്പ് പിതാവ്. വലിയ വിശുദ്ധനാണ്. നേരത്തെ ആമുഖത്തിൽ ബഹുമാനപ്പെട്ട വൈദികൻ പറഞ്ഞ പോലെ നിശബ്ദനായിരുന്നു, അധികം സംസാരിക്കത്തില്ലായിരുന്നു. നമുക്കറിയാം, ഈശോയും പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒന്നായിരുന്നു. പല രീതിയിൽ അവർ ഒന്നായിരുന്നു. അവരെ നമുക്ക് വേർപെടുത്താൻ സാധിക്കുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മായ ത്രിയേക ദൈവം ഒന്നായിരിക്കുന്നത് പോലെ ഇവിടെ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും ഒന്നായിരിക്കാൻ, ഏകനായിരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരുസഭയുടെ സംരക്ഷകനായിട്ടും തിരുക്കുടുംബത്തിൻ്റെ പരിപാലകനായിട്ടും നമ്മൾ യോസേപ്പ് പിതാവിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളിന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യോസേപ്പ് പിതാവിന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. തനിക്ക് ലഭിച്ച കൃപകളെയും വരങ്ങളെയും അനുഗ്രഹങ്ങളെയും മാത്രമല്ല, നമ്മളോടും കുറച്ച് സംസാരിക്കാനുണ്ട്. നമ്മൾ ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് യോസേപ്പ് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ഹൃദയവും മനസ്സും എല്ലാം വിട്ടുകൊടുക്കണം. യോസേപ്പ് പിതാവ് ഇവിടെ ഉണ്ട്. യോസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാം. യോസേപ്പ് പിതാവ് ഇവിടെ കൂടെയുണ്ട്, നമ്മളെ കൈവിടുന്നില്ല. യോസേപ്പ് പിതാവ് നമ്മളെ കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും യോസേപ്പ് പിതാവിൻ്റെ സ്നേഹിതരാണ്, ഭക്തരാണ്. അത് യോസേപ്പ് പിതാവ് അറിയുന്നുണ്ട്. നിങ്ങൾ യോസേപ്പ് പിതാവിനെ വിളിച്ച് അപേക്ഷിക്കുന്നത് അവിടെ നിന്ന് അറിയുന്നുണ്ട്. നിങ്ങളെ കൈവിടുകയില്ല. അപ്പോൾ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥവും പ്രാർത്ഥനയും എപ്പോഴും ഓരോ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസമാണ് നമ്മളെ ഓരോരുത്തരെയും ഇവിടെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ യോസേപ്പ് പിതാവിന് പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യോസേപ്പ് പിതാവ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ കുടുംബങ്ങളുടെ നവീകരണമാണ്. ആമേൻ. നമ്മളുടെ കുടുംബങ്ങളുടെ നവീകരണം ആവശ്യമല്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്ക് നവീകരണം ആവശ്യമാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് യോസേപ്പ് പിതാവിനെ ഒന്ന് ശ്രമിച്ചാലോ. നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ട്. യോസേപ്പ് പിതാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കുടുംബങ്ങളുടെ നവീകരണം. കുടുംബങ്ങളുടെ നവീകരണം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ നവീകരിക്കപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ അമ്മ നവീകരിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ മക്കൾ നവീകരിക്കപ്പെട്ടാൽ മതി, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കേണ്ടതല്ല. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഓരോരുത്തരും, കുടുംബത്തിലെ ഓരോരുത്തരും വിശ്വാസത്തിലേക്ക് കടന്നു വരണം.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടണം. അവിടുത്തെ കൃപകൾ ധാരാളമായി വളരണമെന്ന് പിതാവായ ദൈവവും യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയെല്ലാം നിരന്തരം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ഇന്ന് നവീകരിക്കപ്പെടണം, എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്. യൗസേപ്പ് പിതാവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. യൗസേപ്പ് പിതാവ് ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം, നമുക്കറിയാം, മാതാവും ഈശോയുടെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു യൗസേപ്പ് പിതാവിന്. കാരണം മാതാവ്, നമുക്കറിയാം, മാതാവ് ആദ്യ പാപ വിമുക്തയായിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആദ്യ പാപത്തിൻ്റെ കളങ്കമേശാതെയാണ് മാതാവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഈശോ ആണെങ്കിലും ദൈവപുത്രനും. ഈ രണ്ടുപേരോടൊപ്പം ഒന്ന് ആയിരിക്കുക യൗസേപ്പ് പിതാവിന് അത്ര എളുപ്പമല്ലായിരുന്നു. എന്നാൽ ഒരു നിമിഷം പോലും ഈ രണ്ടു പേരുടെയും വിശുദ്ധിക്ക് കളങ്കം വരുന്ന രീതിയിൽ യൗസേപ്പ് പിതാവ് ആ കുടുംബത്തിന് കളങ്കം വരുന്ന രീതിയിൽ, അശുദ്ധി വരുന്ന രീതിയിൽ, പാപം കൊണ്ടുവരുന്ന രീതിയിൽ, നശിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്തില്ല. ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അവിടെയാണ് നവീകരണം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ കുടുംബത്തിൽ പാപം കടന്നു വരുന്നത്, തിന്മ കടന്നു വരുന്നത് എന്നിലൂടെയാണോ? ഞാനാണോ അതിന് കാരണം? ഞാൻ അതിന് കാരണമാകുന്നുണ്ടെങ്കിൽ അവിടെയാണ് നവീകരണം പറയുന്നത്. തിന്മ കടന്നു വരാൻ എളുപ്പ വഴികൾ കൊടുക്കരുത് പ്രിയ സഹോദരങ്ങളെ. തിന്മ നിഷ്പ്രയാസം കടന്നു വരും. നമ്മളൊന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ വരാനായിട്ട് കാത്തിരിക്കുന്നതാണ് തിന്മ. ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ടതുപോലെ ലാസറിന് പുറത്തു വരുന്നതിന് മുമ്പ് ഈശോ ആവശ്യപ്പെട്ടത് കല്ല് എടുത്തു മാറ്റുക. നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലൊരു കല്ലുണ്ട്. കല്ല് അന്ധകാരത്തിൻ്റെ, തിന്മയുടെ, പാപത്തിൻ്റെ, സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിൻ്റെ, അറിവില്ലായ്മയുടെ പല രീതിയിലുള്ള കല്ല്, അന്ധകാരത്തിൻ്റെ കല്ല് നമ്മുടെ ഉള്ളിലുണ്ട്. അതെടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്കൊരു നവജീവൻ നമുക്കുണ്ടാവുകയുള്ളൂ, ജീവൻ ഉണ്ടാവുള്ളൂ, ജീവനോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്, മരിച്ചവരെ പോലെയാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, എൻ്റെ ഉള്ളിലുള്ള കല്ല് ഞാൻ എപ്രകാരമാണ് നവീകരിക്കപ്പെടേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത്. അതിനിനിയും സമയം കളയരുത്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ലോകത്തിൽ അസമാധാനമുണ്ട്, അസ്വസ്ഥതയുണ്ട്, പീഡകളുണ്ട്, ഞെരുക്കങ്ങളിലൂടെ എല്ലാവരും കടന്നു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും, ഓരോ കുടുംബങ്ങളും, ഇവിടെ അയക്കുന്ന ഓരോ കുടുംബങ്ങളും എനിക്കറിയാം എത്രയേറെ അസ്വസ്ഥതകളോടെ കടന്നു പോകുന്നത്. ഇനിയും നമ്മൾ അസ്വസ്ഥപ്പെടേണ്ടവരല്ല, രക്ഷിക്കപ്പെടേണ്ടവരാണ്, മോചിക്കപ്പെടേണ്ടവരാണ്, മോചനത്തിൽ ജീവിക്കേണ്ടവരാണ്, സ്വതന്ത്രമായി ജീവിക്കേണ്ടവരാണ്, പിതാവായ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കേണ്ടവരാണ്, പിതാവിനെ വിളിച്ചപേക്ഷിക്കേണ്ടവരാണ്, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. അതിനുള്ള സമയം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ചിന്തിക്കേണ്ടത്, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്? യൗസേപ്പ് പിതാവ് ചോദിക്കുന്നത് ഞാനല്ല, ബെൻസ് അച്ഛനല്ല ചോദിക്കുന്നത്, യൗസേപ്പ് പിതാവാണ് ചോദിക്കുന്നത് നിങ്ങളോട്, ഓരോരുത്തരോടും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിന് നമ്മൾ ഒരു അവസാനിപ്പിക്കുക. ഈശോ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്, ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. യൗസേപ്പ് പിതാവും മാതാവും ഉണ്ണീശോയും നമ്മൾ ഈശോയും കൂടെ ഒരുമിച്ച് ജീവിച്ചപ്പോൾ അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, പിതാവായ ദൈവത്തിൻ്റെ ഹിതമല്ലാതെ മറ്റൊന്നും സംഭവിക്കാതെ അവർ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും ആയിരിക്കുകയും ചെയ്തവരാണ്. അപ്പം നമ്മൾ കുടുംബമായിട്ടായിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട, പിതാവേ അങ്ങയുടെ ഹിതമല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് ഓരോ വിശ്വാസിയും. അത് ഒരു വ്യക്തിയല്ല, കുടുംബം മുഴുവനും. അപ്പനും അമ്മയും മക്കളും ഒരുപോലെ പ്രാർത്ഥനയിൽ വിളിച്ചപേക്ഷിക്കണം, പിതാവേ അങ്ങയുടെ ഹിതമല്ലാതെ മറ്റൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ തിരുക്കുടുംബത്തെ പോലെ നല്ല കുടുംബങ്ങളായി മാറുന്നത്. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വിശ്വാസത്തിൽ അവരൊന്നായിരുന്നു. പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും വിശ്വാസത്തിൽ ഒന്നായിരുന്നു. എന്തായിരുന്നു അവിടെ വിശ്വാസം? ഞങ്ങളുടെ കൂടെ ഉള്ളത് ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വിശ്വാസം. ഞങ്ങളുടെ കൂടെ വസിക്കുന്നത് ഈശോയാണ്, യഥാർത്ഥത്തിൽ ലോകത്തെ രക്ഷിക്കാൻ വന്ന രക്ഷകനാണ് ഞങ്ങളുടെ വസിക്കുന്നതെന്നുള്ള ആ വിശ്വാസത്തിലാണ് അവരോട് ജീവിച്ചത്. അങ്ങനെയാണ് നമ്മളും വിശ്വസിക്കുകയും ജീവിക്കുകയും ആയിരിക്കുകയും ചെയ്യേണ്ടത് പ്രിയ സഹോദരങ്ങളെ. ആ വിശ്വാസം നമുക്കുണ്ടോ? ധീരതയുള്ള വിശ്വാസം, പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വിശ്വാസം, മാർത്ത ഏറ്റുപറഞ്ഞ പോലുള്ള വിശ്വാസം. അങ്ങ് ഇവിടെ ആയിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുമായിരുന്നില്ല, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് സാധിക്കുന്നു. ഈശോ പറയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കും ജീവിക്കുന്നു. എന്നിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല.
എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരിക്കലും മരിക്കയില്ലെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ഈശോ ചോദിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യോസേപ്പ് പിതാവ് ഇതെല്ലാം വിശ്വസിച്ചവനാണ്. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ യോസേപ്പ് പിതാവിൻ്റെ സ്നേഹിതരായിരിക്കണം, ഭക്തരായിരിക്കണം. യോസേപ്പ് പിതാവിൻ്റെ കാണിച്ചു തരുന്ന മാർഗ്ഗങ്ങളിൽ നമ്മൾ സഞ്ചരിക്കണമെന്ന് പറയുന്നത്. യോസേപ്പ് പിതാവിന് ലഭിച്ച അനുഗ്രഹങ്ങളിൽ വേറൊരു അനുഗ്രഹമാണ്. അതായത് യാതൊരു കളങ്കവുമില്ലാതെ ഉണ്ണീഷയ്ക്ക് ജന്മം നൽകി ഉണ്ണീഷയുടെ അമ്മയായി, പരിശുദ്ധ അമ്മയായി, ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോടുകൂടി വസിക്കാനുള്ള ഒരു കൃപ ദൈവം യോസേപ്പ് പിതാവിന് കൊടുത്തു. എത്ര മനോഹരമാണ്! നമ്മുടെ ജീവിതങ്ങളൊന്ന് നോക്കിയേ. നമ്മൾ പരസ്പരം വിശുദ്ധിയിലായിരിക്കാൻ സഹായിക്കുന്നവരാണോ? പരസ്പരം വിശ്വാസത്തിലായിരിക്കാൻ സഹായിക്കുന്നവരാണോ? അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അതിനൊരു മാറ്റവും സംഭവിക്കാൻ പാടില്ല. നമ്മൾ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ ജനമാണ്. അതുകൊണ്ട് നമ്മൾ പരസ്പരം വിശ്വാസത്തിൽ പരസ്പരം സഹായിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ പങ്കുചേരണം. യോസേപ്പ് പിതാവ് ഈശോയുടെയും മാതാവിൻ്റെയും സഹനങ്ങളിൽ ഒരുപോലെ പങ്കുചേർന്ന വ്യക്തിയാണ് യോസേപ്പ് പിതാവ്. ഒരിക്കലും മാറി നിന്നില്ല. ഇത് നിങ്ങളുടെ സഹനമാണ്, നിങ്ങൾ ഏറ്റെടുത്തോ, ഞാനതിൽ പങ്കുചേരുന്നില്ല, എനിക്കതിനകത്ത് യാതൊരു കാര്യമില്ല, നിങ്ങൾ സഹിച്ചോ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു യോസേപ്പ് പിതാവ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വേറിട്ട് കാണുന്നവരാണ്. ഇത് അവളുടെ സഹനമാണ്, എൻ്റെതല്ല, ഞാനതിലൊന്നും എനിക്കൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അങ്ങനെയല്ല ആയിരിക്കേണ്ടത്. യോസേപ്പ് പിതാവിൻ്റെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ഞാൻ എൻ്റെ കുടുംബത്തിലെ സഹനങ്ങളിൽ ഞാനും പങ്കുചേരണം. എങ്ങനെയാണതിന് പങ്കുചേരുന്നത്? ഈശോയ്ക്ക് നൽകിക്കൊണ്ട്, ഓരോ നിമിഷവും ഈ സഹനങ്ങൾ ഈശോയ്ക്ക് നൽകിക്കൊണ്ട് ഈശോയെ എൻ്റെ ജീവിത സഹനങ്ങൾ യോസേപ്പ് പിതാവ് ചെയ്തതുപോലെ, ഈശോയെ എൻ്റെ ജീവിത സഹനങ്ങൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ, വീഴ്ചകൾ, പ്രതിസന്ധികൾ, തടസ്സങ്ങളെല്ലാം കർത്താവേ ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. അങ്ങേക്ക് ഇത് സാധ്യമാണ്, ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഓരോ വിശ്വാസിയും, യോസേപ്പ് പിതാവിൻ്റെ മാതൃക അനുസരിച്ചുകൊണ്ട്. അതുതന്നെയാണ് യോസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഉണരേണ്ട സമയമാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ട സമയമാണ്. നമുക്കറിയാം, ഇന്നത്തെ സുവിശേഷത്തിൽ അവസാന ഭാഗത്തിൽ ഈശോ പറയുന്നത്, ലാസറെ പുറത്തു വരിക, ലാസറെ പുറത്തു വരിക. നിങ്ങളുടെ അന്ധകാരം, നിങ്ങളിലുള്ള അന്ധകാരത്തെ പുറത്തു വിളിക്കുകയാണ് ഈശോ ഇന്ന്. നിങ്ങളെ വെളിച്ചം വീശുവാനായിട്ട്, വെളിച്ചത്തിൻ്റെ മക്കളാക്കി മാറ്റുവാനായിട്ട് ഈശോ നിങ്ങളെന്ന് വിളിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനമായ ജീവിതം നയിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു. എല്ലാ കുടുംബങ്ങളും ഓരോരുത്തരും ഇന്ന് സമർപ്പിച്ചേ, യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ചേ. കുടുംബങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒന്ന് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഈ നിമിഷത്തിൽ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നമുക്കത് സാധ്യമാകും. ഈശോ നമ്മളെ കൈവിടുകയില്ല. ഈശോ നമ്മളെ അറിയുന്നുണ്ട്. നമ്മുടെ ഓരോ ചലനങ്ങളും അവിടെ അറിയുന്നുണ്ട്. നമ്മളെന്തായിരിക്കുന്നു അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെ കൂടെ നടക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കർത്താവ് ശിമശയുടെ പീഡാസഹനത്തിലേക്ക് കടക്കാൻ പോകുന്നവരാണ്. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്, ഇന്ന് യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമ്മളുടെ കൺമുമ്പിൽ നമ്മൾ കാണേണ്ടത്, നമ്മൾ തപസ്സകാലത്താണ്. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കർത്താവ് ശിമശയ പീഡാസഹനത്തിൽ പങ്കുചേരേണ്ടവരാണ്. കർത്താവ് എന്തോരം നമുക്ക് വേണ്ടി സഹിച്ചു, അവസാനം വരെ സഹിച്ചു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മളുടെ പാപത്തെ പ്രതി പരിഹാരമായിട്ട് അവിടെ നിന്ന് ജീവൻ സമർപ്പിച്ചു. അവിടെ നിന്ന് നമുക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു. ആ ഈശോയെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ലോകത്തിൻ്റെ വഴിയെ നമ്മൾ പോകരുത്. ലോകം നമുക്ക് രക്ഷ നൽകുകയില്ല. ലോകത്തിന് നമ്മെ രക്ഷിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഈശോയ്ക്കല്ലാതെ വേറെ ആർക്കും നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. അവിടെ ഈശോയിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. ആ ഈശോയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത്. ആ ഈശോയുടെ സ്നേഹത്തിലേക്കാണ് വരേണ്ടത്. ഇന്ന് കണ്ണുകളടച്ച് അല്പനേരം പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രയാസങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ എല്ലാം ഈശോയ്ക്കൊന്ന് സമർപ്പിച്ചേ. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചേ. നമ്മൾ ഈ കൂട്ടായ്മയെ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തിരുനാളേറ്റ് നടത്തുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിക്കുകയാണ്. അവരുടെ ഓരോ നിയമങ്ങളും പ്രാർത്ഥനകളും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും കൃപയും ധാരാളമായി ഓരോരുത്തർ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യോസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിലും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകുവാനായിട്ട്, കുടുംബങ്ങളെല്ലാം നവീകരിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, അശുദ്ധിയെല്ലാം കടന്നു പോകട്ടെ. സഹനങ്ങളിൽ കർത്താവ് കൂടെ ഉണ്ടാകട്ടെ.
യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം കൂടുതലായിട്ട് നമുക്ക് ആവശ്യപ്പെടേണ്ടത് നമ്മുടെ സഹനങ്ങളിലാണ്. അവിടെ നമ്മെ സഹായിക്കും. ദൈവം നമ്മെ സഹായിക്കുന്നു ഓരോ നിമിഷവും. അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മെ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ കാലയളവിലും നാം പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടവരാണ്. വിശിഷ്യ തപസ് കാലത്തെ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം കൂടുതൽ തീക്ഷ്ണതയോടെ ജാഗരൂകരായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ നമുക്ക് അർപ്പിക്കാം. തിരുവോസ്തിയിൽ വസിച്ചുകൊണ്ട് ജീവന്റെ വചനങ്ങളും നിത്യജീവന്റെ അപ്പവും പകർന്നു തരുന്ന സ്നേഹ ഈശോയെ, തിരുസഭാ അധ്യക്ഷനായ മാർപ്പാപ്പയെയും അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റു കർദിനാളന്മാരെയും മെത്രാന്മാരെയും പ്രത്യേകിച്ച് നമ്മുടെ രൂപത അധ്യക്ഷൻ ബ്ലെയ്സ് പിതാവിനെയും ഇന്നേ ദിവസം തിരുനാൾ ദിവ്യബലി അർപ്പിക്കുന്ന ഫാദർ ബെൻസസ് തോമസ്, ഫാദർ ബിബിൻ മാത്യു, ഫാദർ ഇമ്മാനുവൽ ജോഷി എന്നിവരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം വഴിയായി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങൾക്ക് സമാധാനം എന്ന് അരുൾ ചെയ്തുകൊണ്ട് മനുഷ്യഹൃദയങ്ങളെ സമാധാനത്താൽ നിറയ്ക്കുന്ന സ്നേഹപിതാവേ, ഇന്ന് യുദ്ധഭീഷണി നേരിടുന്ന എല്ലാ രാജ്യങ്ങളെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ചർച്ചയിലൂടെയും പരസ്പര ധാരണയിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന സത്യം മനസ്സിലാക്കി യുദ്ധം അവസാനിപ്പിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ വെടിഞ്ഞ് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ രാഷ്ട്ര നേതാക്കളെ പ്രാപ്തരാക്കണമേ എന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവനിൽ നിന്ന് എൻ്റെ സ്നേഹം ഞാൻ ഒരിക്കലും പിൻവലിക്കുകയില്ല എന്ന നാഥാൻ പ്രവാചകനിലൂടെ അങ്ങ് ദാവീദ് രാജാവിനെ വെളിപ്പെടുത്തിയല്ലോ.
അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് അകന്നു പോയ എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ കരങ്ങളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച പിതാവിനെ പോലെ ദൈവസ്നേഹം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ യുവജനങ്ങളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ പ്രത്യേകമായി അറിയിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബം സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈശോയെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ കുടുംബനാഥന്മാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുകുടുംബത്തിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നൽകി എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് വാഗ്ദാനം ചെയ്ത സ്നേഹപിതാവേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ പ്രവാസ ജീവിതം, ജോലി മേഖലകളിൽ ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി ജീവിതം മുതലായ ഞങ്ങളുടെ ആകുലതകളെയും ഈ വിശുദ്ധ ബലിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുവാനും അതുവഴി അങ്ങേ മഹത്വപ്പെടുത്തുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രവാസികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവ് വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യജീവന്റെ ഉറവിടമായ നല്ല ദൈവമേ, ഞങ്ങളിൽ നിന്നും അങ്ങയുടെ പക്കൽ എത്തിയ എല്ലാ മരിച്ചുപോയ വിശ്വാസികളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ ജീവിച്ചിരുന്നപ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും മാപ്പ് നൽകിക്കൊണ്ട് അങ്ങേ സ്വർഗീയ സൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ മൗനമായി കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നമുക്ക് അവരുടെ നിയോഗങ്ങളെയും കാഴ്ചവെക്കാം. വേദന അനുഭവിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് ആശ്വസിപ്പിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും കൃപയും എന്നും നമ്മൾ നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവെ, അങ്ങേ ജനം അങ്ങിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ പിന്തിരിയാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുയുക്തമായ പ്രാർത്ഥനകളിലൂടെ അവർ യാചിക്കാൻ മുതിർന്നത് അങ്ങേ കാരുണ്യത്താൽ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കുഞ്ഞു പൂഞ്ഞ കാഴ്ചയേകുന്നു, കരം നീട്ടി വാങ്ങി നീ സ്വീകരിക്കണമേ. വിധവതൻ ചെറുകാശു പോലെ കാഴ്ചയിൽ കൈക്കൊള്ളുവാൻ കനിവാകേണമേ. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ.
സ്വീകരിക്കണമേ എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ, സ്വീകരിക്കണമേ എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. തന്നൊരായിരം നന്മകൾക്കൊക്കെയും നന്ദിയായി നൽകുന്നു എൻ ജീവിതം. കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെന്നെ തിരുവുള്ളം പോയി നീ വാർത്തെടുക്കണമേ. എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. നീ നൽകിടുന്നൊരാ സകലങ്ങളൊക്കെയും മിഴിനീരായി ചേർക്കും നീ പൊൻകാസയിൽ. കുരിശിന്റെ മാറിലെ ബലി പോലെ ഉയരുന്ന സുഗന്ധത്തിൽ ധൂപമാക്കണമേ. ഒരു കുഞ്ഞു പൂവു ഞാൻ കാഴ്ചയേകുന്നു. കരം നീട്ടി വാങ്ങി നീ സ്വീകരിക്കണമേ. വിലവകൻ ചെറുകാശ് പോലെ കാഴ്ചയെ കൈക്കൊള്ളുവാൻ കനിവായേകണേ. സ്വീകരിക്കണമേ നാഥ, സ്വീകരിക്കണമേ എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ, സ്വീകരിക്കണമേ എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു.
പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് അങ്ങേ ഏകജാതനെ ഭക്തിയാദരപൂർവ്വം വിശ്വസേപ്പ് ശുശ്രൂഷ പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൽത്താരെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെ അർഹരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യൗസേപ്പിന്റെ മഹോത്സവത്തിൽ അർഹമായ സ്തുതിഗീതങ്ങളാൽ അങ്ങേ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേക പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കന്യകാമാതാവിൻ്റെ ഭർത്താവായ അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിനുമേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സറാഫുമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവ്വം വാഴ്ത്തി പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോടെ ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ് ഞങ്ങളും അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞു മഹിയും പിൻഗളവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട്
സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറയുന്നു. പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ ഈ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പ്ലേസ് മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും വിശുദ്ധ
അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാലിരുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കും ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളായവർ അനുഗ്രഹീതർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എന്റെ
ആത്മാവ് സുഖം നേടുവാ. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാ. Mane nobiscum Domine Mane nobiscum Domine നാഥ കൂടെ വസിച്ചാലും മന്ദയ സ്നേഹകൂടാരമായി അലിഞ്ഞകതാരിൽ സക്രാരിയായി നിത്യജീവനായി തീരുവാനോ സ്ഥിരം ഭക്ഷിക്കുവിൻ ഇത് വാങ്ങി പാനം ചെയ്വിൻ ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം ഇതു നിങ്ങൾക്കായി എന്റെ സമ്മാനം
കാണുന്നു നിന്നെ തിരുവോസ്തിയിൽ ഞാൻ കാണാത്ത ലോകത്തിൻ നിറദീപമായി ജീവനാകാരം ജീവനേകാരം ജീവനാകാരം ജീവനേകാരം പ്രാണൻ പകുത്തരു സ്വർഗീയമന്നയായി സ്നേഹകൂടാരമായി അലിഞ്ഞെന്നകതാരി സക്കാരിയ ആത്മാഭിഷേകമായി ആത്മീയ ഭോജമായി മായാത്ത മുദ്ര കരിഞ്ഞേകണേ മുറിയപ്പെടാനും മൂടി മുഴക്കുവാനും മുറിയപ്പെടാനും മൂടി മുഴക്കുവാനും പ്രാണൻ പ്രഭുത്വ മന്നയ സ്നേഹകൂടാരമായി അരിഞ്ഞൻ മകതാരി സക്കാരിയ നിത്യജീവനായി തീരുവാൻ ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം ഇതു നിങ്ങൾക്കായി എന്റെ സമ്മാനം ഇതു നിങ്ങൾക്കായി എന്റെ സമ്മാനം ഇതു നിങ്ങൾക്കായി എന്റെ സമ്മാനം ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ യേശുവിൻ തിരുനീളമേ എന്നെ ലഹരിയാഴ്ത്തണമേ യേശുവിൻ ഹൃത്തടജലമേ എന്നെ നിത്യം കഴുകണമേ യേശുവിൻ പീഡകളേ
സുധീരനാക്കണമേ. നന്മതൻ നിറകുടമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നാഥാ നിൻ തിരുമുറിവിൽ എനിക്ക് ഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണവിനാഴികയിൽ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പൂകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്നായി നിന്നെ സദനം വാഴ്ത്തിടുവാൻ. ഏതാനും ചില അറിയിപ്പുകളുണ്ട്. ആദ്യമായി തന്നെ നന്ദിയുടെ ഒരു വാക്ക്. കൊച്ചുവേളി ഇടവക ജനങ്ങളാണ് ഇന്നത്തെ തിരുനാൾ ദിവ്യബലിക്ക് നേതൃത്വവും മറ്റൊരുക്കങ്ങളും എല്ലാം നടത്തിയത്. കൊച്ചുവേളിയിലെ ഓരോ കുടുംബത്തിനും അതിലെ എല്ലാ അംഗങ്ങൾക്കും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹവും ദൈവകൃപയും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം പ്രത്യേകം നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവ്യബലിക്ക് മറ്റ് സേവനങ്ങൾ നൽകിയ അൾത്താരപാലകർ, സാക്രിസ്റ്റ്യൻ, ഗായക സംഘം, ആരാധനാക്രമത്തിനും മറ്റും സഹായങ്ങൾ നൽകിയ സന്നദ്ധ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യോസേപ്പ് പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് സ്നേഹവിരുന്നുണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഹാളിൽ എത്തിച്ചേർന്ന് സ്നേഹവിരുന്ന് കഴിക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നു. ഈ ആഴ്ചത്തെ ചില അറിയിപ്പുകൾ. വാട്സപ്പിലൂടെ അറിയിച്ചിരുന്നതുപോലെ പെസഹ ആരാധന ക്രമങ്ങളിൽ വായനകൾക്കും മറ്റുമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ലിറ്റർജി കോർഡിനേറ്റർ രാജേഷിൻ്റെ പക്കൽ നിന്നും വായനയുടെ കോപ്പികൾ കുർബാന കഴിഞ്ഞാൽ ഉടൻ കൈപ്പറ്റണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പെസഹ തിരികൾ വിൽപ്പനയ്ക്കുണ്ട്. ആവശ്യമുള്ളവർ വാങ്ങാവുന്നതാണ്. ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ പേര് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തവർ ഗ്രൂപ്പിൽ പേരും നമ്പരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുർബാന കഴിഞ്ഞ് ലിറ്റർജി കോർഡിനേറ്റർ രാജേഷിൻ്റെ പക്കൽ പേര് ദയവായി നൽകുക. വിശുദ്ധവാരം ഈസ്റ്റർ ആരാധനാക്രമങ്ങളുടെ അറിയിപ്പുകൾ. ഒന്ന് കുമ്പസാരം. വിശുദ്ധവാരത്തോടനുബന്ധിച്ച് ഈ വരുന്ന ശനിയാഴ്ച മാർച്ച് 28-ാം തീയതി രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കുമ്പസാരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ അനുരഞ്ജന ശുശ്രൂഷയിൽ എല്ലാവരും സമയം കണ്ടെത്തി കുമ്പസാരം സ്വീകരിച്ച് കർത്താവിൻ്റെ പെസഹായിക്ക് ഒരുങ്ങണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഓശാന ഞായർ. ഈ വരുന്ന ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്. കൃത്യം 12:30 മണിക്ക് തന്നെ നമ്മൾ ഓശാന ഞായറാഴ്ച തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. കുരുത്തോല വെഞ്ചരിപ്പ്, പ്രദക്ഷിണം, ദിവ്യബലി എന്നീ ആരാധന ക്രമങ്ങളാണ് ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. പെസഹ വ്യാഴാഴ്ച മലയാളം കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. പതിവ് പോലെയാണ് വിശുദ്ധ ഡിമാസ് ദേവാലയത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഇടവകയിലെ എല്ലാ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കുമായി ബഹുഭാഷാ ദിവ്യബലിയാണ് നടത്തപ്പെടുക. അതിനാൽ എല്ലാവരും ആ ദിവ്യബലിയിൽ പങ്കുകൊണ്ട് കർത്താവിൻ്റെ പെസഹ ആചരണത്തിൽ പങ്കുചേരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ആരാധന. പെസഹ വ്യാഴാഴ്ച രാത്രി 9 മണി മുതൽ 11 മണി വരെ മലയാളം ദിവ്യകാരുണ്യ ആരാധന ഇന്ത്യൻ കാതലിക് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ മലയാളം ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഈ 2 മണിക്കൂറിലെ ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രത്യേകം പങ്കുകൊള്ളണമെന്ന് താല്പര്യപ്പെടുന്നു. ദുഃഖവെള്ളിയാഴ്ച ആരാധനാക്രമങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് കുരിശിൻ്റെ വഴിയോടുകൂടി വിശുദ്ധ ഡിമാസ് ദേവാലയത്തിൽ ആരംഭിക്കുന്നു. തുടർന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ ആരാധനാക്രമങ്ങളായ ദൈവവചന പ്രഘോഷണ കർമ്മം, കുരിശാരാധന, ദിവ്യകാരുണ്യ സ്വീകരണം എന്നീ ആരാധനാ ഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്.
കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി കഴിയുന്നതും എല്ലാവരും അന്നേ ദിവസം ഉപവസിച്ച് ദുഃഖവെള്ളിയാഴ്ചയിലെ ആരാധനാക്രമങ്ങളിൽ പ്രത്യേകം പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈസ്റ്റർ ദിവ്യബലി പതിവ് പോലെ ശനിയാഴ്ച രാത്രി 10:30 മണിക്കാണ് ഉദ്ധിതനായ കർത്താവിൻ്റെ ഈസ്റ്റർ കുർബാന ആരംഭിക്കുന്നത്. പുതിയ മെഴുകുതിരികളുമായി എല്ലാവരും കൃത്യം 10:30 തന്നെ വിശുദ്ധ ദിമാസ് ദേവാലയത്തിൽ എത്തിച്ചേരണമെന്ന് താല്പര്യപ്പെടുന്നു. കുമ്പസാരം, ഓശാന ഞായർ, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിവ്യബലി എന്നിവയെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ ഇന്ത്യൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ വാട്സപ്പ് മുഖാന്തരം എല്ലാവരെയും യഥാക്രമം അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വളരെ മനോഹരമായി വിശുദ്ധ ബലി അർപ്പിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്യുന്ന അച്ഛനെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ കമ്മ്യൂണിറ്റിയുടെ പേരിൽ നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ വനച്ചൻ നിങ്ങൾക്ക് വളരെ സുപരിചിതനാണ്. അച്ഛനെയും പ്രത്യേകമായിട്ട് എല്ലാവർക്കും നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ യൗസേപ്പിൻ്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ ഈ അൾത്താരയിൽ നിന്നുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരീക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരണപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി. വിശ്വസ്തനായ പിതാവേ, വിശുദ്ധനായ പിതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, വിശുദ്ധനായ പിതാവേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, ദൈവകുമാരനെ പോറ്റി വളർത്താൻ സർവമഹാമരമേറ്റവനെ, ദൈവകുമാരനെ പോറ്റി വളർത്താൻ സർവമഹാമരമേറ്റവനെ.